വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഒറ്റ പ്രശ്നമുള്ളൂ, മൈക്ക് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ആൾക്കാർ തെറി വിളിക്കരുത് പ്ലീസ്. ഞാൻ മൈക്ക് എടുത്തില്ല. റാൻഡമായിട്ട് എടുക്കാൻ വെച്ച വ്ളോഗാണ്. ഐ തോട്ട് ഞാൻ നാളെ മുംബൈ പോവാണ്. ഇതിന് മുമ്പ് നിങ്ങൾ ഡ്രൈവിംഗ് വ്ളോഗ് കണ്ടു കാണും. എൻ്റെ അമ്മയുടെ ഷോപ്പിംഗ് വ്ളോഗ് വിത്ത് മാതാജി എന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അമ്മ ഷോപ്പിംഗ് വ്ളോഗ് വിത്ത് മാതാജി അല്ലടാ, അമ്മയെ പോകുന്നതിന് മുമ്പ് മുടിപ്പിക്കാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന അമ്മയെ മുടിപ്പിക്കൽ വ്ളോഗ്. ഓക്കെ, അമ്മയെ മുടിപ്പിക്കൽ വ്ളോഗാണിത്. എന്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? ഞാൻ ബാങ്ക്സ് നന്നായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചല്ല എനിക്ക് തന്നെ തോന്നി മറ്റേ മമിത ബൈജു ഇൻ പ്രേമലു മറ്റേ ഫ്രിഞ്ചസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. എനിവേ, ഒരു ചേഞ്ചിന് വേണ്ടി എന്റെ താഴെ എന്റെ മുടിയുടെ താഴെ ചകിരിയൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടിക്കളഞ്ഞു. കളറൊന്നും ചെയ്തില്ല, ഇത് പഴയ കളർ തന്നെയാണ്. ഈ കളർ ലൈഫ് ലോങ് ആണ്, അതുകൊണ്ട് ലൈക്ക് ഫോർ എവർ ആണ്. അപ്പൊ അത് വെട്ടിക്കളഞ്ഞാല് അത് കളർ പോവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. എനിക്ക് ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഒരു 10-12 ഇയേഴ്സ് നിൽക്കും ഈ കളർ. ചില കളേഴ്സ് ഉണ്ടമ്മ അങ്ങനെ, ഹെയർ കളേഴ്സ് 7 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ഫേഡ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിവേ, നമ്മൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു ചാടിയത്. ഇപ്പൊ മനസ്സിലായി പൊട്ടത്തിരങ്ങ കാര്യം പറയട്ടെ, അതെ ഞാൻ ചാടിച്ചതാ. എന്തിന്? എനിക്കത് ചാടാൻ വേണ്ടിട്ട് നല്ല രസം. ഞാൻ വണ്ടി ഒന്ന് ചെറുതായിട്ട് 30 കൂടുതൽ പോയ അയ്യോ മോനെ ഇപ്പൊ ഇതിന്റെ സസ്പെൻഡർ മറ്റതൊക്കെ പോണേനി അമ്മച്ചിക്ക് പ്രശ്നമില്ല. കൊള്ളാം എന്തായാലും എന്ത് ചെയ്യാൻ, അമ്മയുടെ കാശല്ലേ, അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. സോ എനിക്ക് 2 മേക്കപ്പ് ഐറ്റംസ് മേടിക്കണം. എൻ്റെ കാശുണ്ട്, ബട്ട് അമ്മ ചെലവാക്കുന്നതിന്റെ ഒരു സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അമ്മ അത് കേൾക്കാതെ പോലെ നിൽക്കുന്നു. ഓക്കെ, എല്ലാം മനസ്സിലായി. ഓക്കെ, മന്തി ഹൗസ്. എനിക്ക് കുഴിമന്തി കഴിക്കണം വിത്ത് മേയോ. നിങ്ങൾക്ക് ഈ കുഴിമന്തി ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരു ടേസ്റ്റ്, ഐ മീൻ സ്പൈസി അല്ല, എനിക്ക് സ്പൈസി അല്ല. ഇന്ന് കുറച്ച് കുരുമുളക് വാങ്ങിച്ചു. ഈ ചേട്ടൻ എന്താ വേസ്റ്റ്. ബട്ട് എനിവേ, ഐ റിയലി ലൈക്ക് മൈ ഹെയർ ഗൈസ്. കുറച്ച് ഓവർ ആവുന്നുണ്ട്, കുറച്ച് അടങ്ങണം ഞാൻ. എനിക്ക് എന്റെ മുടി ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതാണ് ഇന്ന് എന്റെ പ്രത്യേകത. ഈ വ്ളോഗറിനും മനസ്സിലാവും എപ്പോഴാ ഓവർ ആവുന്ന, എപ്പോഴാ കുളവാക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ വീഡിയോയും കുളവാക്കുന്നതല്ല, ചുമ്മാ. ചേച്ചി ഇവിടെ എത്തിയേ. ഓക്കെ, നമ്മൾ ലുലു എത്തി. ഇതൊക്കെ എത്തി. ഹെൽത്തിയാ. ദിസ് ഇസ് റാഗി, പിന്നെ ഒലീവ്സ്. ഇതെന്തുവാടി പച്ച കളറില്? പെസ്തോ. ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. അമ്മ എല്ലാവരും അല്ല, ഞാൻ മാസ്ക് വെച്ചേക്കുന്ന ജാട കൊണ്ടല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങാറായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ ചുമ്മാ ഭൂത് ബംഗ്ല കാണാനായിട്ട് കയറി. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, കയറിയില്ല. കയറാൻ പോകണം. അപ്പോൾ എന്താ വെച്ചാൽ ഫോട്ടോ എടുത്ത് നിൽക്കും, സമയം പോകും. അതുകൊണ്ട് മാസ്ക് വെച്ച് ഓടുക. മാസ്ക് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഓടുക. കാരണം ഞാനിപ്പോൾ ഫേമസ് എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനത്തെ സംഭവമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഭൂത് ബംഗ്ല കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഡയറക്ടർ, ആക്ടർ, എവറിത്തിങ് ഈസ് ഗുഡ്. ബോറ് പടമാണെങ്കിൽ ഞാൻ പകുതി വെച്ച് ഇറങ്ങി വരും. മാസ്ക് വയ്ക്കാതെ ഇറങ്ങി വന്നപ്പോൾ പണി കിട്ടി. ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ടേ. അമ്മ പറയാനൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു, കാരണം മൈക്കില്ലല്ലോ. അയ്യോ ഒന്നുമില്ല, മാസ്ക് വയ്ക്കാതെ ഇറങ്ങിയപ്പോൾ ഫോട്ടോ എടുത്ത് സമയം പോയി. അപ്പം മാസ്ക് വെച്ചിട്ട് ഓടി. ഏത് ഏകദേശം അമ്മയുടെ നല്ലൊരു കാശ് പൊട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മ കാശ് പൊട്ടിയിട്ട്? അയ്യോ, നല്ല സുഖമല്ലേ കാശ് പോകുമ്പോൾ. ഗൈസ്, ആരുമില്ലെന്ന് തോന്നുന്നു. ഭൂത് ബംഗ്ല കണ്ടിട്ട് ഞാനും അമ്മയും മിക്കവാറും എനിക്ക് ഹൊറർ മൂവി ഭയങ്കര പേടിയാണ്. വലിയ കുറേ ടാറ്റോ ഒക്കെ ഉണ്ടെന്നുള്ളൂ, ഭയങ്കര പേടിയാണ് ഹൊറർ മൂവീസ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് രാത്രി കിടക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി ലൈറ്റ് ഇട്ടിട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ? ഇപ്പം നമ്മൾ ഒരുമിച്ചെല്ലാം പേടിക്കാം. എൻ്റെ പേരെന്ന് വെച്ചാൽ ഈ രാത്രി ഇരുട്ടത്തെ സൈഡിൽ നിന്നൊക്കെ കൈയൊക്കെ വന്ന് പിടിച്ചെന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ഫുൾ പൊച്ചുമുട്ട കിടക്കുന്നത്. ഏത്
സിനിമ ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നതുകൊണ്ട് ഈ പൊട്ടി ഫാമിലി ഒക്കെ ഈ പൊട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ മറന്നുപോയി. അമ്മ മറന്നുപോയി. അമ്മ ടിക്കറ്റ് എടുത്തു. അപ്പം ഞാൻ പകുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. അമ്മ സിനിമ ഫുൾ കണ്ടു. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ പിന്നെ കാണും അത്. അങ്ങനെ ഇവളോട് നമ്മൾ ഫുഡ് കഴിക്കുക. യമ്മി ഫുഡ് ഗൈസ്. ആരാ? സന്ദീപാണോ? ഒന്ന് തരുമോ? എനിക്കൊന്ന് തരുമോ? എനിക്ക് ചേട്ടനോട് സന്ദീപ് ചേട്ടനോട് എനിക്ക് സംസാരിക്കാം. എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറയും. വിഷുക്കൈ നീട്ടം തന്നിട്ടില്ല അങ്ങേര്. സോ ഗൈസ്, ഞാൻ മുടി വെട്ടുന്നത് കാണുമായിരിക്കും. ഇനി സന്ദീപ് ചേട്ടനെ വിളിച്ചു. വിഷുക്കൈ നീട്ടം ചോദിച്ചു. പറഞ്ഞു അടുത്ത വർഷം വിഷുക്കൈ നീട്ടം തരാം വിത്ത് പലിശ സഹിതം, ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. എൻ്റെ ഫാൻസ് ആണോ? ഞാനാണ് ഫാൻ. ഷീസ് മൈ ഫാൻ. എല്ലാവരും ഇപ്പം എനിക്ക് ചേച്ചിയുടെ പോസ്റ്റൊക്കെ അയച്ചു തരും. യു നോ ഹർ അതർ. ഞാൻ പണ്ടോട്ടേ ഫോട്ടോ എടുക്കുമ്പോൾ ആരും എന്നെ മൈൻഡില്ലായിരുന്നു. അതെ, നമ്മൾ ഓരോ വലുതാകുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളെ താല്പര്യം എന്താണെന്ന് അറിയില്ല. ഞാനൊക്കെ റിയൽ വൺ. യെസ്, സിൻസ് ഡേ വൺ ബ്രോ, ഡേ വൺ. നമ്മൾ രണ്ടുപേരും ആരുമല്ലാത്ത സമയത്ത് അതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫോട്ടോ എടുക്കുകയും അതൊക്കെ ചെയ്യുന്നു. എൻ്റെ അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയണ്ടേ? മെയിൽ ഈഗോനെ പറ്റി നമുക്ക് ചോദിക്കാം മഞ്ജുപ്പിള്ളടുത്ത്. വാട്ട് ഈസ് അല്ലല്ല ഇത് ഫയർ ആവും. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മെയിൽ ഈഗോ? എൻ്റെ മോഹം കാണിക്കേ. അവർക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂടാ. അവർ കാണിക്കട്ടെ. നമുക്ക് മൈൻഡ് ചെയ്യായിരുന്നാ പോരെ. കാണിക്കടാ, കാണിക്കുക. നമ്മൾ മൈൻഡ് ചെയ്യാം. എന്നാരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകരുത്. അപേക്ഷയാണ്. നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് മെയിൽ ഈഗോ ഉള്ള ഗൈസ് എല്ലാവരും കമന്റ് സെക്ഷനിൽ. ഒരു കാര്യം പറയട്ടെ, മെൻ ഇല്ലാതെ വിമൻ ഇല്ലാതെ ഈ ലോകം നന്നാവില്ല. രണ്ടും വേണം. നിക്ക്, രണ്ടും വേണം. 1 സെക്കൻഡ് മമ്മി. പക്ഷെ ഈഗോ, ഫീമെയിൽ ഈഗോ അല്ലെങ്കിൽ മെയിൽ ഈഗോ, ഈഗോ ഇസ് ദ വൺ ദാറ്റ് റൂയിൻസ് എവറി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. എക്സാക്ട്ലി. I had കുറെ ഗേൾ ബെസ്റ്റീസ് ഒക്കെ. സം പീപ്പിൾ ഹാഡ് എ ലോട്ട് ഓഫ് ഈഗോസ്. ഈഗോ ക്ലാഷ് എനിക്കും ഉണ്ടായിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ബട്ട് വി ലേൺ ഫ്രം ഇറ്റ്. അപ്പോൾ എല്ലാ അടിപൊളിയായിരുന്നു. വേണ്ട, ഒന്നും ഞെട്ടിയില്ലേ? എനിവേ, സോ ഈഗോ. അപ്പോൾ ഞാൻ എൻ്റെ മഞ്ജുപ്പിള്ളയ്ക്ക് എന്തോ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങോട്ടൊന്ന് വന്ന് പറയൂ, കാരണം മ്യൂസിക് അവിടെ ഉള്ളതുകൊണ്ട്. അമ്മ ഇറങ്ങിപ്പോ. ആരുടെങ്കിലും മെസ്സേജ് വന്ന് അമ്മ ഇഗ്നോർ അടിക്കണേ. പിടിച്ചോ. അല്ല, മെയിൽ ഈഗോ അങ്ങനെ ഒരു ഈഗോ ഇല്ല. ഈഗോ അങ്ങനെയുള്ളൂ. അത് പെണ്ണുങ്ങൾക്കും ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ഈഗോ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതുള്ളൂ. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക, അവനവൻ്റെ കാര്യം നോക്കുക. ഈഗോ അടിച്ച് അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ആരുടെ മേളിൽ ഈഗോ വരുന്ന എന്ത് നഷ്ടപ്പെടുന്നു? അവനവൻ്റെ ആരോഗ്യം കളയാമെന്നതിനപ്പുറത്തേക്ക് ഈഗോ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ആണായാലും പെണ്ണായാലും, അല്ലേ? ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് ഈഗോ അടിക്കണോ? അവിടെ നിന്ന് അടിച്ചോ. ഈഗോ ഇല്ലാത്തവരെ നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം. ഈഗോ ഉള്ളത് അവിടെ നിന്ന് അടിച്ചു. ഈഗോ ഇല്ലാത്തവർ വേറെ എവിടെ ഇങ്ങനെ പോയി. നിങ്ങൾ അമ്മ പറഞ്ഞ പകുതിയും കേട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് കാരണം എൻ്റെ ഫുഡ് കാണിച്ചുതരാം. ഇതാണ് എൻ്റെ ഫുഡ്. സ്നാക്കാണ്. ഓ, അങ്ങനെ അറിയാതെ ബില്ല് വന്നപ്പോൾ ഫോണും താഴ്ത്തി വെച്ച് രണ്ടെണ്ണം കൂടെ ഒന്നും അറിയാത്ത പോലെ പ്ലേറ്റിൽ നോക്കിയിരിക്കുന്നല്ലേ. ആ വഴി ഞാൻ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. നമ്മൾ ഒന്നും അറിയാത്ത പോലെയല്ല. നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കും.
ലോജിക്കൽ തിങ്കിങ് അല്ല ലൈക്ക് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്രയാകും എത്ര എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ അരമണിക്ക് എത്ര രൂപ പൈസ ആണെന്നാണ് നമ്മൾ. നിങ്ങൾ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര അമ്മ പേ ചെയ്യണം, ഈശ്വര അമ്മ പേ ചെയ്യണം. മൂത്തവരിൽ ഇനിയിപ്പോൾ എൻ്റെ കൊച്ചുണ്ടാകുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ എന്റെ കൊച്ചിനും നമ്മളൊക്കെ കൊച്ചുണ്ടാകുമ്പോഴത്തേക്ക് ഇവളല്ലേ അവളെ കൊച്ചുണ്ടാകുമ്പോൾ നീ ഉണ്ടാക്കല്ലേ, നീ കൊടുക്കണി എന്ന് പറയും. അതാണ് നീ, എനിക്കറിയാം. കുഴപ്പമില്ല ഗൈസ്, നമ്മളൊരു ദിവസം എനിക്കറിയാൻ മേല, കൊച്ചുണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. അതിപ്പോഴൊന്നും ഉണ്ടാവുകയില്ല. ഏത് എത്ര കൊച്ചു വേണം? രണ്ട് കൊച്ചുങ്ങൾ ഫ്യൂച്ചറിൽ. ആരുടെ കൂടെ എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഈ സ്വഭാവം ഉണ്ടോ? ലൈക്ക് ഈ കൊച്ചുങ്ങൾ ഫ്യൂച്ചർ നെയിം ഇതാക്കുമ്പോഴേ എടുക്കുമ്പോൾ ഗേൾസിന്റെ മാത്രമേ എടുക്കാറുള്ളൂ, അതോ ഗേൾസിന്റെ നോക്കാം, ബോയ്സിന്റെ നോക്കാറുള്ളൂ? ബിക്കോസ് ഐ ഡു ദാറ്റ്. എനിക്ക് ബോയ്സിന്റെ ഒന്നും കിട്ടാറ്, സോ ഐ ജസ്റ്റ് സെലക്ട് ഓൾ ദി ബോയ്സ്. ഞാൻ 2 ഗേൾസിനെയുമേ എടുത്തിട്ടുള്ളൂ. എന്താ ചേഞ്ച് വന്നപ്പോൾ മകളെ വേണ്ടി വന്നു. ഓ കോടീശ്വരി. സോ അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. മാതാജി ഷോപ്പിംഗ് ബ്ലോഗ് എന്നും പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, പക്ഷെ ഷോപ്പ് ചെയ്തൊന്നും ഞാൻ എടുത്തില്ല. ബാക്കിയെല്ലാം ബൈ ഗൈസ്. Guys, any photography, anything, please contact her. Sure. Photography Yeah, and editing, please contact her. A film by മൃഗ് എന്നാണ് അതിന്റെ പേര്. മൃഗ്, MRIG. ഗൈസ്. അതെ.